ലാസ്റ്റ് ലെസണിൽ നമ്മൾ MS Excelൽ റിബൺ എന്താണെന്നും റിബണിലെ കമാൻഡ്സ്, ടാബ്സ്, പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ്, സൂം കൺട്രോൾസ്, പിന്നെ ഡിഫറെൻറ്റ് ലേഔട്ട് മോഡ്സ്, സ്പ്രെഡ്ഷീറ്റ് ഏരിയ, അതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നമുക്കിവിടെ സ്പ്രെഡ്ഷീറ്റ് വിൻഡോ എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്ന ഏരിയ ആണ് സ്പ്രെഡ്ഷീറ്റ് വിൻഡോ. ഇവിടെ നമുക്ക് കോളംസിൻ്റെയും റോസിൻ്റെയും ഒരു ഫ്രെയിം വർക്ക് കാണാം. ഇതിൽ കോളംസ് എല്ലാം ലെറ്റേഴ്സ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ റോസ് എല്ലാം നമ്പേഴ്സ് വെച്ചിട്ട്. ഇപ്പോൾ കോളംസ് കാണാം, കോളം ABCDEF അങ്ങനെ ഒരുപാട് കോളംസ് ഉണ്ട്. അതുപോലെ റോ 1 2 3 4 5 6 അങ്ങനെ ഒരുപാട് റോസ് ഉണ്ട്. ഇനി നമ്മളൊരു കോളത്തിൻ്റെ ഹെഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റയർ കോളം സെലക്റ്റഡ് ആയിട്ട് ഹൈലൈറ്റഡ് ആവും. സോ ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് കോളം B, കോളം C. സെലക്ട് ചെയ്യുന്ന കോളംസ് നമ്മൾ ആ ഹെഡിൽ, അതായത് ആ കോളത്തിൻ്റെ പേരുള്ള സ്ഥലത്ത് പോയി ക്ലിക്ക് ചെയ്താൽ ആ എൻറ്റയർ കോളം സെലക്റ്റഡ് ആവും. അതുപോലെ നമ്മൾ റോസിൻ്റെ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ആ കംപ്ലീറ്റ് റോ സെലക്റ്റഡ് ആവും, ഹൈലൈറ്റഡ് ആവും. സോ ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ഇനി നമ്മൾ ഈ ഫ്രെയിം വർക്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൊട്ടാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഒരു റെക്റ്റാങ്കുലർ ഏരിയ ഹൈലൈറ്റ് ആകും. ഇതിനെ പറയുന്ന പേരാണ് സെൽ. ഓരോ സെല്ലിനും ഓരോ സെൽ അഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെൽ നെയിം ഉണ്ട്. അത് അതിന് മാത്രമുള്ള യുണീക്ക് നെയിമാണ്. അത് വേറെ ഒന്നിനും ഉണ്ടാവില്ല, അതിന് മാത്രമേ ആ നെയിം ഉണ്ടാവുള്ളൂ. അത് ഒരു സെല്ലിന് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നത്? ആ സെല്ലിൻ്റെ പൊസിഷൻ, അത് ഏത് കോളത്തിലാണോ, അത് ഏത് റോവിലാണോ, അതിനനുസരിച്ചിട്ടാണ് അതിന് നെയിം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് കോളം Fലാണ്, റോ 8. അപ്പോൾ ഈ സെല്ലിൻ്റെ പേരാണ് F8. അതുപോലെ ഈ സെല്ലാണ് C4. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് കോളം Cയിലാണ്, റോ 4ലാണ്. ഓക്കെ, സോ അതുപോലെ നമ്മൾ ഏതൊക്കെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നെയിം വരിക. ഇനി ഇപ്പം നമുക്ക് ഈ കാണാൻ പറ്റുന്ന അത്ര സെൽസ് അല്ല ഈ സ്പ്രെഡ്ഷീറ്റിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആൻഡ് റോസ് ഇത്രത്തോളം ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഏത് കോളമാണ്, ഏത് റോ ആണ് എന്നിങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അതിനൊരു എളുപ്പ വഴിയാണ് ഈ ഒരു ഏരിയ. ഇതിനെ പറയും നെയിം ബോക്സ്. ഈ നെയിം ബോക്സിൽ നമ്മൾ ഏത് സെല്ലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സെല്ലിൻ്റെ നെയിം ഇവിടെ എഴുതി കാണിക്കും. സോ നമ്മൾ ഇപ്പോൾ ഈ സെല്ല് പ്രസ് ചെയ്തു, സോ അതിൻ്റെ നെയിം അവിടെ വന്നു. ഇനി അടുത്ത സെല്ല് പ്രസ് ചെയ്താൽ ആ സെല്ലിൻ്റെ പേരും അവിടെ വന്നു. സോ ഈ നെയിം ബോക്സിൽ നമ്മൾ ഏത് സെല്ല് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ആ സെല്ലിൻ്റെ നെയിം അവിടെ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ നെയിം അവിടെ ഉണ്ടാവും. അപ്പോൾ സെൽ നെയിം നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ഈ ഒരു ഏരിയ ആണ് ഫോർമുല ബാർ. ഈ ഫോർമുല ബാർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫോർമുലാസ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെല്ല് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം കാര്യം ഈ ഫോർമുല ബാറിലും വന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഈ ഫോർമുല ബാറിൽ എഡിറ്റ് ചെയ്താൽ അത് സെല്ലിലും ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഇത്ര ടൈപ്പ് ചെയ്തു. സോ അത് സെല്ലിൽ ടൈപ്പ് ചെയ്തത് ഫോർമുല ബാറിൽ വന്നു. ഇനി അവിടെ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് സെല്ലിലും വന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു സെല്ല് മാത്രമല്ല ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയും സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് പറയുക റേഞ്ച്. ഇനിയിപ്പോൾ സെല്ലിന് നെയിം ചെയ്യുന്നത് പോലെ റേഞ്ചിനും നെയിം ഉണ്ട്. എങ്ങനെയാണ് ഒരു റേഞ്ചിന് നെയിം കൊടുക്കുന്നത്? ഒരു റേഞ്ചിൻ്റെ നെയിം എന്ന് വെച്ചാൽ ഫസ്റ്റ് സെല്ലിൻ്റെ നെയിം, എന്നിട്ടൊരു കോളൻ ഇടുക, എന്നിട്ട് ലാസ്റ്റ് സെല്ലിൻ്റെ നെയിം. സോ അതാണ് റേഞ്ച് എഴുതേണ്ടത്.
അതിൽ ഫസ്റ്റ് സെല്ലാണ് B2, എന്നിട്ട് ലാസ്റ്റ് സെൽ D7. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിൻ്റെ പേരെന്താ എഴുതുക? B2:D7. അത് നമുക്ക് B2 അല്ലെങ്കിൽ B2 D7 എന്ന് വായിക്കാം. ഓക്കെ, ഇനി വേറൊരു റേഞ്ച് സെലക്ട് ചെയ്തു. ഇതാണ് B6 to E12. ഓക്കെ, സോ അങ്ങനെയാണ് റേഞ്ച് നെയിം സെലക്ട് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഇത്ര സെലക്ട് ചെയ്താൽ ഇതിൻ്റെ റേഞ്ച് നെയിം എന്താണ്? ഇനി ഈ ഏരിയ ആണ് ഷീറ്റ് നെയിം. ഈ പ്ലസ് സൈൻ അമർത്തിയാൽ എത്ര ഷീറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഷീറ്റിൻ്റെ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് റീനെയിം ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഷീറ്റ്സ് ആവശ്യമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് അമർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും സെല്ലിൽ എൻ്റർ ചെയ്യാം. ഞാൻ ക്ലിയറായി കാണാൻ വേണ്ടി ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. സപ്പോസ് നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാം. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 1, multiplication table of 2, multiplication table of 3. സോ ഇവിടെ നോക്ക്, നമ്മുടെ റൈറ്റിങ്സ് എല്ലാം ഇൻ്ററപ്റ്റായി. നമുക്ക് തോന്നും അത് അവിടുന്ന് പകുതിയായി കട്ടായി പോയിന്ന്. പക്ഷേ സത്യത്തിൽ അങ്ങനെ പോയിട്ടില്ല. അതൊക്കെ ആ സെല്ലിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്താണ്, ആ സെല്ലിൽ ഇനഫ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ നമുക്കത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളം ഹെഡിൽ പോവാം. ആ കോളം ഹെഡിൽ നമ്മൾ ആ മൗസ് കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലസ് സൈൻ കാണാം. 2 പോയിൻ്റ് ഹെഡ്സ് ഉള്ള ഒരു പ്ലസ് സൈൻ. അത് വന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഹെഡിങ്ങിന് ആവശ്യമുള്ള പൊസിഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതുപോലെ തന്നെ അടുത്ത ഹെഡിങ്ങിനും ചെയ്യാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. അപ്പോൾ ടെക്സ്റ്റ് അതിൽ ഫിറ്റ് ആവുന്നതുപോലെ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ളൊരു വേ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3. നമ്മൾ ഈ കോളം ഹെഡിൽ പോയിട്ട് ആ സിമ്പിൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ടെക്സ്റ്റ് അതിൽ ഓട്ടോ ഫിറ്റായിട്ട് താനെ വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അത് ഓട്ടോ ഫിറ്റ് ആയിക്കോളും. സോ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 1 എഴുതാം. സോ നമ്മൾ 1 എൻ്റർ, 2 എൻ്റർ, 3. സോ ഇവിടെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സെല്ലിലേക്കാണ് പോകുന്നത്. സോ എൻ്റർ പ്രസ് ചെയ്യുന്തോറും നമ്മൾ നെക്സ്റ്റ് സെല്ലിൽ താഴേക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കോളത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കോളത്തിലേക്കും എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്കുമാണ് നമ്മൾ പോവുക. ഇത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻ്റർ കൊണ്ട് കോളത്തിലേക്ക് പോവാം. അതൊക്കെ ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ മനസ്സിലാക്കുക, എൻ്റർ പ്രസ് ചെയ്താൽ നെക്സ്റ്റ് ലൈൻ, ടാബ് പ്രസ് ചെയ്താൽ നെക്സ്റ്റ് കോളം. ഇനി നമുക്ക് വേണമെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ടും സ്പ്രെഡ്ഷീറ്റിൽ അവിടെ ഇവിടെയൊക്കെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആരോ കീസ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ നമുക്ക് പല സെൽസിലേക്കും പോവാം. പക്ഷെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു സെല്ലിൽ എന്തെങ്കിലും ആഡ് ചെയ്താൽ അതവിടെ റെക്കോർഡഡ് ആവുക. ഓക്കെ, സോ നമുക്ക് 1ൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. 1 2 3 4 5 6. ആക്ച്വലി ഇങ്ങനെ മൊത്തം നമ്മൾ എഴുതി തീർക്കണ്ട. ഈ എക്സൽ വളരെ സ്മാർട്ടാണ്. എന്തിന്? പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പോൾ ആ റേഞ്ച് സെലക്ട് ചെയ്യാണ്. ഏത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എഴുതിയിട്ടുള്ള 1 2 3 അത് നമ്മൾ ആ റേഞ്ച് to 6 വരെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ റേഞ്ച് സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ താഴെ ഒരു പ്ലസ് സൈൻ കാണാം ബ്ലാക്ക് കളറിൽ. ആ പ്ലസ് സൈൻ കാണുമ്പോൾ നമ്മളത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്.
അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലായി. നെക്സ്റ്റ് 2 ടേബിൾ. അപ്പോൾ നമുക്ക് എഴുതാം 2 എന്നിട്ട് 4. അപ്പോൾ നമ്മളിപ്പോൾ 2 മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ 2 മാത്രമേ ഫില്ലാവുള്ളൂ. പക്ഷെ നമ്മൾ 2 പിന്നെ 4 അങ്ങനെ എഴുതിയിട്ട് ഡ്രാഗ് ചെയ്താൽ 2, 4, 6, 8 അങ്ങനെ 2ൻ്റെ ഇൻക്രിമെൻറ്റേഷൻ വെച്ചിട്ട് അത് ഫില്ലാവും. ബിക്കോസ് അതിന് ആ പാറ്റേൺ മനസ്സിലായി, 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ 2ൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന്. സോ അത് ആ പാറ്റേണിലാണ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി 3. അപ്പോൾ 3, 6 എന്നിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. അപ്പോൾ നമുക്ക് 3ൻ്റെ ടേബിൾ കിട്ടി. ഇനിയിപ്പോൾ നമ്പേഴ്സ് മാത്രമല്ല അതിനെ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക. സപ്പോസ് നമ്മൾ ജനുവരി എഴുതുകയാണ്, അപ്പോൾ അത് റിക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും അതൊരു മന്ത് ആണെന്ന്. അപ്പോൾ അത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എല്ലാം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഓട്ടോഫിൽ ആയി. ഇപ്പോൾ താഴോട്ട് മാത്രമല്ല നമ്മൾ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ഓട്ടോഫിൽ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ എങ്ങനെ ഈ മന്ത് വൈസ് എന്തെങ്കിലും ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് മാസങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് സമയം കളയണ്ട, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ഓട്ടോഫില്ല് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ സൺഡേന്ന് എഴുതുകയാണ്. അപ്പോൾ സൺഡേന്ന് എഴുതിയിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഫില്ലായി. ഇനിയിപ്പോൾ വീക്ക് 1 അങ്ങനെ എഴുതുകയാണെങ്കിലോ, ഇപ്പോൾ വീക്ക് 1, വീക്ക് 2, വീക്ക് 3 അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോഫില്ലായി. സോ ഇനിയിപ്പോൾ ഇത് ഡേറ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ഡേറ്റ് എഴുതുകയാണെങ്കിൽ നമ്മളൊരു ഡേറ്റ് എഴുതുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ ഡേറ്റും ഓട്ടോഫില്ലാവും. അപ്പോൾ നമുക്കിതിൽ മന്ത് ആണോ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് അതോ മീൻസ് ഡേറ്റ് മാറണ്ട, മന്ത് മാത്രം മാറിയാൽ മതി. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല ഡേയ്സ് മാറണം, ഒരു മാസത്തിലെ തന്നെ എല്ലാ ഡേയ്സും അങ്ങനെയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെയൊക്കെ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്കിതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എക്സൽ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്. സോ അത് കാരണം നമുക്ക് ഒരുപാട് ഡാറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കസ്റ്റം ലിസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ആ ലിസ്റ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ലിസ്റ്റിനെ അത് ഇതേപോലെ ഓട്ടോ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും നെയിംസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ അത് ഇതുപോലെ ഓട്ടോ ഫിൽ ചെയ്യും. സോ അത്രയാണ്. ഇനി അടുത്തതിൽ നമുക്ക് ബേസിക് ഫോർമുലാസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.